നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. മുൻ സുപ്രീം കോടതി ജഡ്ജി ബി സുദർശന റെഡ്ഡി ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. വോട്ടുകൊള്ളയിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ ബഹളം. ലോക്സഭയിൽ പ്ലക്കാർഡുകൾ ഉയർത്തി എംപിമാർ നടുത്തളത്തിൽ. രാജ്യസഭയിലും പ്രതിഷേധം 2 മണിവരെ നിർത്തിവെച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നോട്ടീസ് നൽകുന്നതിൽ സഖ്യത്തിന്റെ തീരുമാനം ഇന്ന്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം പൂർത്തിയായി. റഫറൻസിന് പിന്നിൽ കേന്ദ്രമെന്നും വിധി മറികടക്കാൻ ശ്രമമെന്നും കേരളം. രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കില്ലെന്ന് തമിഴ്നാട്. ഭരണഘടനാ പദവിയുമായി ബന്ധപ്പെട്ട വിഷയമെന്നും റഫറൻസിന് രാഷ്ട്രപതിക്ക് അധികാരമെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ. കത്തുവിവാദത്തിൽ ഒഴിഞ്ഞുമാറുന്നതല്ലാതെ CPM നേതാക്കൾ മറുപടി പറയുന്നില്ലെന്ന് VD സതീശൻ. നടക്കുന്നത് ഹവാല, റിവേഴ്സ് ഹവാല ഇടപാടെന്നും പ്രതിപക്ഷ നേതാവ്. വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ കണ്ട അറിവ് മാത്രമെന്ന് ബിനോയ് വിശ്വം. ആരോപണം ശുദ്ധനായ മനുഷ്യനും മകനും എതിരെയെന്നും തള്ളുന്നുവെന്നും സജി ചെറിയാൻ. ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും വൻ നാശനഷ്ടം. ഗംഗ യമുന നദികളിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ. ജാഗ്രതാ നിർദ്ദേശം. മുംബൈ അടക്കം മഹാരാഷ്ട്രയിൽ 7 ജില്ലകളിൽ റെഡ് അലർട്ട്. മഴക്കെടുതിയിൽ മഹാരാഷ്ട്രയിൽ 7 മരണം. സംസ്ഥാനത്ത് 2 ദിവസം അതിതീവ്ര മഴ. പരസ്യപ്രതികരണം വിലക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നടപടി. സർക്കാരിന്റെ മരണാനന്തര അവയവദാന ഏജൻസിയായ കേസോട്ടോ പൂർണ്ണ പരാജയമെന്ന നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന്റെ തുറന്നു പറച്ചിലിൽ മെമ്മോ. പരസ്യപ്രതികരണം വേണ്ടെന്നും തുടർന്നാൽ നടപടിയെന്നും വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ മുന്നറിയിപ്പ്. ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായി തുടർന്നേക്കും. ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ടീമിൽ ഇടം നേടുമോ എന്നതിൽ സസ്പെൻസ്. ഡ്യൂറൻ കപ്പ് ആദ്യ സെമി ഇന്ന്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഷില്ലോങ് ലജോങ്ങിനെ നേരിടും. ഇന്ത്യ മുന്നണി നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. पधारे हुए हमारे मीडिया के दोस्तों और सभी पार्टी के और भी नेतागण, हम सभी पार्टी मिलके एक कॉमन कैंडिडेट को इस वाइस प्रेसिडेंट इलेक्शन में खड़ा करने का निर्णय लिया है और वो निर्णय यूनानिमसली हमने किया है. मुझे खुशी होती है कि सभी अपोजिशन पार्टी एक होकर एक नाम पे अगर मिल के लड़ने के लिए तैयार है तो ये बहुत बड़ा अचीवमेंट डेमोक्रेसी का और लोकतंत्र का है. क्योंकि जब कभी भी लोकतंत्र और संविधान खतरे में होता है तो अपोजिशन के लोग एक होकर अन्याय के खिलाफ लड़ते हैं. तो इसीलिए हमने ये तय कर दिया है कि इस इलेक्शन में एक अच्छे उम्मीदवार को CPM ജനറൽ സെക്രട്ടറി MA ബേബി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അദ്ദേഹം ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും പൗരാവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ RSS എന്ന അർദ്ധഫാസിസ്റ്റ് സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയമായ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു സമരമായി ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറുകയാണ്. ഈ തമിഴ്നാട്ടിൽ നിന്ന് NDA സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ അവിടുന്ന് ഒരു ഇന്ത്യ സ്ഥാനാർത്ഥി വേണ്ടെന്ന് TMC ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണിത്. ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഒതുക്കുന്നത് വളരെ തെറ്റായ അപക്വമായ ഒരു സമീപനമാണ്. അത്രയും മതി. താങ്ക് യു. ബി സുദർശന റെഡ്ഡി NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി.
പ്രതിപക്ഷത്തിന്റെ അടക്കം പിന്തുണ CP രാധാകൃഷ്ണന് വേണ്ടി പ്രധാനമന്ത്രി ആവശ്യപ്പെടുമ്പോഴാണ് പ്രതിപക്ഷം ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകുന്നത്. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മുൻ സുപ്രീം കോടതി ജഡ്ജി B സുദർശന റെഡ്ഡിയെ തീരുമാനിച്ചിരിക്കുന്നു. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം. 1971 ഹൈദരാബാദിലെ ആന്ധ്രാപ്രദേശ് ബാർ കൗൺസിലിൽ അഭിഭാഷകനായ ശേഷം 88 മുതൽ 90 വരെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകനായും 90-ൽ കേന്ദ്ര സർക്കാരിന്റെ അധിക ഉപദേഷ്ടാവായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1995 മെയ് 2-ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ സ്ഥിരം ജഡ്ജിയായി നിയമിതനായി. പിന്നീട് 2005 ഡിസംബർ 5-ന് ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും 2007 മുതൽ 2011 ജൂലൈ 8 വരെ സുപ്രീം കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു. KK പ്രശാന്ത് ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, പ്രതിപക്ഷത്തിന്റെ അടക്കം പിന്തുണ വേണം CP രാധാകൃഷ്ണന് എന്നുള്ള ആവശ്യവുമായി പ്രധാനമന്ത്രി മുന്നോട്ട് പോകുമ്പോഴാണ് കൃത്യമായ നിലപാടോടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രതിപക്ഷവും മുന്നോട്ട് പോകുന്നത്. മുൻ സുപ്രീം കോടതി ജഡ്ജി B സുദർശന റെഡ്ഡിയെ തീരുമാനിച്ചത് ശരിയല്ലേ? ഘട്ടത്തിലാണ് രാജ്യത്തെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അതുകൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്ന TDPയുടെ അടക്കം ചില ഇടപെടലുകൾ ഉണ്ടായേക്കാം. അവിടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പ്രതിപക്ഷത്തിന് കഴിയും എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ തന്നെ തീരുമാനിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തിയത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് CP രാധാകൃഷ്ണൻ വരുമ്പോൾ അവിടുന്ന് അണ്ണാദുരയോ തിരിച്ചു ശിവയോ ആരെങ്കിലും സ്ഥാനാർത്ഥിയാകണം എന്ന തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അവിടെ നിലവിൽ, അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൃത്യമായി തന്നെ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കർണാടകത്തിലും കേരളത്തിലും ഒക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്ക് വളരെ കൃത്യമായ സ്വാധീനമുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു അവസ്ഥയിൽ അത്തരമൊരു നീക്കത്തിലേക്ക് പോകേണ്ട, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടുകൾ. ഇപ്പോൾ NK പ്രേമേന്ദ്രൻ MP നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു പേരിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്, മാത്രമല്ല സാമൂഹ്യ ഒപ്പം തന്നെ നിയമവ്യവസ്ഥയൊക്കെ കൃത്യമായ നിലപാടുകൾ വെക്കുന്ന ഒരു ആൾ കൂടിയാണ്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്ത്യ മുന്നണി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായി കണ്ടെത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് വലിയ സ്വീകാര്യത, പൊതുസ്വീകാര്യത ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. YSR കോൺഗ്രസ് ഇതിന് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി അൺകണ്ടീഷണൽ സപ്പോർട്ട് ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ മെസ്സേജ്, സന്ദേശം കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മോദി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഒന്നിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒടുവിലുണ്ടായിട്ടുള്ള പ്രതിപക്ഷ ഐക്യം. അതിന്റെ ഒരു സൂചനയാണ് YSR കോൺഗ്രസ് അടക്കം ഈ മുന്നണിയുടെ ഭാഗമായി മാറാൻ ഒരുപക്ഷെ ഭാവിയിൽ സാധ്യതയുള്ള നിലയിൽ മുന്നണിയുടെ വിപുലീകരണത്തിന് പോലും സാധ്യതയുണ്ട് എന്ന വലിയ സന്ദേശമാണ് സത്യത്തിൽ ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. ഇതാണ്, അതായത് കൃത്യമായി തന്നെ ഈ സന്ദേശമാണ് പ്രധാനമായി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലും കർണാടകത്തിലും മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് BJP വിരുദ്ധ നിലപാടുകളുള്ള ആളുകളെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്തരമൊരു നീക്കം. ഏതായാലും ഈ യോഗം അവസാനിച്ചിരിക്കുന്നു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം നടക്കും. ആ യോഗത്തിൽ മറ്റ് സമരപരിപാടികൾ, അത് ഈ വോട്ടർ പട്ടിക അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നീക്കമുണ്ടാകും. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒപ്പം നിർത്തുക എന്ന തരത്തിലുള്ള, അവതരിപ്പിക്കുക എന്ന തരത്തിലുള്ള നീക്കങ്ങളുണ്ടാകും. 21-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചിട്ടുള്ളത്. അഖില, പ്രശാന്ത് ഇതോടൊപ്പം കൂടി കൂട്ടി വായിക്കേണ്ടതാണ്. പ്രശാന്ത് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ വോട്ടുകൊള്ളയിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ഒക്കെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണല്ലോ പ്രതിപക്ഷം. ആ പ്രതിഷേധത്തിന്റെ കൂടി ഭാഗമാണല്ലോ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് അടക്കം. അഖില, തീർച്ചയായും ഈ 2 വിഷയങ്ങൾ, ഒന്ന് വോട്ടർ പട്ടിക ക്രമക്കേട്, മറ്റൊന്ന് വോട്ട് മോഷണം, ഈ 2 കാര്യങ്ങളിലും ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ സഭയ്ക്കകത്തും പുറത്തും അതിശക്തമായ പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം നേതൃത്വം നൽകുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അനുനയ നീക്കം ഉണ്ടാകുന്നു, സർക്കാരിനോട് വിധേയപ്പെടുന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മത്സരത്തിലേക്ക് തന്നെ പോകാമെന്ന ധാരണയിലേക്ക് എത്തിയത്. സ്വാഭാവികമായും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2 വിഷയങ്ങളിലും കൃത്യമായി, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുക്കുന്നതും നയം പറയുന്നതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടാണ്. കൃത്യമായി ബീഹാറിലടക്കം തന്നെ SIR-മായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ ഗൂഢാലോചനയാണെന്ന തരത്തിൽ പ്രതിപക്ഷം നിലപാടെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമരവും പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലും സഭയിൽ സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങളുണ്ടാകും. സഭയിൽ ഇനി അപമര്യാദയായി പെരുമാറിയാൽ ശക്തമായ നടപടി ഉണ്ടാകുന്നു. 2 സഭകളിലും സഭാധ്യക്ഷന്മാർ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പിന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ്
പ്രതിപക്ഷ ഐക്യം തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ BJPക്കെതിരായ ഏതെങ്കിലും തരത്തിൽ ആരെയൊക്കെ കൂടെ നിർത്താൻ പറ്റും, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്നെങ്കിൽ അവരെ എല്ലാവരെയും യോജിപ്പിക്കുക എന്നൊരു നിലയിലേക്കാണ് പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര ബീഹാറിൽ പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രതിഷേധമുണ്ടാകുന്നു. രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തയ്യാറെടുക്കുക കൂടി ചെയ്യുകയാണ്. അഖില, പ്രശാന്ത്, ഒരു കാര്യം കൂടി, ഈ സുപ്രീം കോടതിയിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഉള്ള സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസ് സുപ്രീം കോടതിയിൽ വാദം തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ വാദവും തമിഴ്നാടിന്റെ വാദവും പൂർത്തിയായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പക്ഷേ ഇതിന് അധികാരം രാഷ്ട്രപതിക്കുണ്ട് എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അഖില, കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും കൊടുത്ത ഹർജികളിന്മേലാണ് നിർണായക ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. അതിൽ തമിഴ്നാടിന്റെ ഹർജിയാണ് ആദ്യം പരിഗണിച്ചത്. ആ സമയത്താണ് ഏപ്രിൽ 8-ാം തീയതി ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. 3 മാസത്തിൽ കൂടുതൽ ബില്ലുകൾ വൈകിപ്പിക്കാൻ വെള്ളക്കാർ ആ സമയത്തിനുള്ളിൽ സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടാകുന്നത്. അതിനെതിരെയാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകുന്നു. അതിൽ തന്നെ പറയുന്നത് ഭരണഘടനയുടെ 200, 201 അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അതിലൊരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. സമാന നിലപാടുകൾ തന്നെ ഉയർത്തിക്കൊണ്ടാണ് 14 ചോദ്യങ്ങളുമായി രാഷ്ട്രപതിയുടെ റഫറൻസ് സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് വന്നത്. അങ്ങനെയാണ് 2-അംഗ ബെഞ്ച് എടുത്ത തീരുമാനത്തിനെതിരെ 5-അംഗ ബെഞ്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നത്. സ്വാഭാവികമായും അതിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും നിലപാടുകൾ ഒന്നിച്ചു തന്നെയാണ് എടുത്തത്. പ്രത്യേകിച്ച് ഒരേ നിലപാട് തന്നെയാണ്. ഒരു ഘട്ടത്തിലും അത്തരമൊരു ഭരണഘടനാ വിരുദ്ധമായ നിലപാട് ആ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ തീരുമാനിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നും കേന്ദ്രത്തിന് വേണ്ടി, കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് ഇത്തരമൊരു നിലപാട് ഇപ്പോൾ രാഷ്ട്രപതി ഭവനടക്കം മുന്നോട്ട് വെക്കുന്നതാണ് കേരളവും തമിഴ്നാടും ബാധിച്ചതെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായി അല്ലെങ്കിൽ അത്തരമൊരു ഭേദഗതിയിൽ സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ അത് ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇതിൽ ഭരണഘടനാ ഭേദഗതി ആവശ്യമായുണ്ട്. മാത്രമല്ല അക്കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്നൊരു ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു. മാത്രമല്ല ഇത്തരം പലവിധ വിഷയങ്ങൾ പരിഗണിച്ചാണ് വിവേചനാധികാരത്തിന്റെ ഭാഗമായി തന്നെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. തിടുക്കപ്പെട്ട ഒരു ബില്ലിന്മേൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ 5-അംഗ ബെഞ്ചിന് മുൻപാകെ വാദിച്ചത്. അതേസമയം സുപ്രീം കോടതി പ്രധാനമായ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് നിലപാടെടുത്തിരിക്കുന്നത്. അഖില, ശരി, പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആയിട്ടുണ്ട്. ഒപ്പം സുപ്രീം കോടതിയിൽ രാഷ്ട്രപതിയുടെ റഫറൻസിന്മേലുള്ള വാദം തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് പ്രശാന്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹൈദരാബാദ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളിലെയും അതിർത്തി വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ചുമതലപ്പെടുത്തിയ പ്രത്യേക പ്രതിനിധികളാണ് വാങ് യിയും ഡോവലും. പ്രധാനമന്ത്രിയുമായും വാങ് യി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ചൈനീസ് പ്രതിനിധി ഇന്ത്യയിലെത്തിയത്. ഓഗസ്റ്റ് 29-ന് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നു. അതിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നടക്കുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുകയും അമേരിക്കയുമായുള്ള ബന്ധത്തിൽ പിരിമുറുക്കം കൂടുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് ഒഴിഞ്ഞു മാറുന്നതല്ലാതെ CPM നേതാക്കൾ മറുപടി പറയുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കത്തിന്റെ പൂർണ്ണരൂപം പുറത്തുവരുന്നത് ഇപ്പോഴാണ്. റിവേഴ്സ് ഹവാല ഇടപാടാണ് നടന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഒരാളും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഏറ്റവും ഗുരുതരമായ ആരോപണമുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ മകന് നേരെയാണ്. അദ്ദേഹം ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ആരാ മറുപടി പറഞ്ഞിരിക്കുന്നത്? മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ആരോപണമുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ആരോപണം. ഞാൻ പറഞ്ഞല്ലോ, ഹവാല ഇടപാടുണ്ട്, റിവേഴ്സ് ഹവാല ഇടപാടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യമാണ്. മദ്രാസിലൊരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിൽ നിന്ന് വിദേശത്തേക്ക് പണം അയച്ച് ആ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. കത്ത് ചോർച്ചാ വിവാദത്തിൽ പ്രതികരിക്കാതെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിഷയത്തെക്കുറിച്ച് അറിയില്ല, മാധ്യമങ്ങളിൽ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാം പത്രവാർത്തകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് അശേഷം സ്നേഹമില്ലാത്ത, തരം കിട്ടുമ്പോഴെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഒന്ന് കൊച്ചാക്കാനോ കുത്താനോ ശ്രമിക്കുന്ന പത്രങ്ങൾ ഞാൻ പലതും വായിച്ചു. അതുകൊണ്ട് മാത്രം ഒരു അഭിപ്രായം പറയാൻ മാത്രമുള്ള. കത്ത് ചോർച്ചാ വിവാദം പൂർണ്ണമായും പുച്ഛിച്ച് തള്ളുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ. ഗോവിന്ദൻ മാഷിന്റെ മകൻ വളർന്നു വരുന്ന ഒരു കലാകാരനാണ്, അവനെ നശിപ്പിക്കരുത്, വാർത്തകളിൽ ഒരു കണ്ടന്റുമില്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു. കേരളത്തിലെ 1-2 മാധ്യമങ്ങൾ പറഞ്ഞ ഉടനെ പാർട്ടി സെക്രട്ടറിയുടെ മകനെ ഏതെങ്കിലും പത്രം പറഞ്ഞാൽ അതിൻ്റെ ആരോപണത്തിന് നിർത്തേണ്ട കാര്യമുണ്ട്. അങ്ങനൊരു സംഭവമേ ഇല്ലല്ലോ.
ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇവിടുത്തെ വാർത്ത കിട്ടി? എവിടെ ചോർന്നെന്ന്? ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു കത്ത് ചോർന്നിട്ടില്ല, ആരും ചർച്ച ചെയ്തിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി കയറി ഒന്നുമില്ല. ഇത്ര സത്യസന്ധനായ മനുഷ്യൻ കേരള രാഷ്ട്രീയ രംഗത്ത് നിന്ന് ജ്വലിച്ചിരിക്കുന്ന മനുഷ്യനാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. അങ്ങനെ അത് പറയട്ടെ. ഗോവിന്ദൻ മാഷയെ പറ്റി എന്ത് ധാരണപക്ഷ ആർക്കാവുള്ള എതിരാളികൾക്കുണ്ടോ? കത്ത് വിവാദത്തിൽ CPM ഉത്തരം മുട്ടി നിൽക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കത്തിലെ രേഖകളും ആക്ഷേപങ്ങളും നിഷേധിക്കാൻ CPMന് ആവില്ല. വൻകിട പണക്കാർ പാർട്ടി തീരുമാനങ്ങളെ സ്വാധീനിക്കുകയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. CPM അതിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. അവരുടെ പാർട്ടി പ്രവർത്തകൻ തന്നെ കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിൽ ഹാജരാക്കിയ രേഖകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ആ രേഖകളിലും അതിലുന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും നിഷേധിക്കാൻ CPM പാർട്ടിക്ക് കഴിയില്ല. നിഷേധിക്കാൻ അവരുടെ പക്കൽ യാതൊന്നുമില്ല. അതുകൊണ്ട് ഇതിനെ അവഗണിക്കുക, ഇത് അസംബന്ധം എന്ന് പറയുക എന്ന ഒരു കുബുദ്ധിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അത് വിലപ്പോവില്ല. ജനങ്ങൾക്ക് നന്നായിട്ടറിയാം CPMൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ കലാപം, അവരുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുള്ള അഴിമതി, അതേപോലെ തന്നെ വൻകിട പണക്കാരെ പാർട്ടിയെ സ്വാധീനിക്കുന്നു, പാർട്ടി തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു, പാർട്ടി ഫയലുകൾ പുറത്തു പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അതിനൊരു ഉത്തരം പറയണം. CPM പ്രതിക്കൂട്ടിലാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. വെറുക്കപ്പെട്ടവരുമായിട്ടാണ് CPMന് ചങ്ങാത്തം. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് തന്നെയാണ് ദോഷമെന്നും K മുരളീധരൻ പറഞ്ഞു. ഇവരെല്ലാം പലരും അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പറയുന്ന ചില വ്യക്തികൾ, ഇവരൊക്കെ അച്യുതാനന്ദൻ്റെ ഭാഷയിൽ വെറുക്കപ്പെട്ടവരാണ് സമൂഹത്തിൽ. അങ്ങനെയുള്ളവരുമായിട്ടാണ് ഭരണപക്ഷത്തിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബന്ധമുള്ളത്. അതാണ് പറഞ്ഞത്. ഇത് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമല്ല, ഭരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖം വികൃതമാവുകയാണ്. ഞാൻ അതാണ് പറഞ്ഞത്. ഇന്ന് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെതിരെ അദ്ദേഹം ഒരു കുരിശുയുദ്ധം തന്നെ നടത്തിയത്. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടന്ന P കൃഷ്ണപിള്ളയുടെ അനുസ്മരണത്തിൽ ക്ഷണിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മുതിർന്ന CPM നേതാവ് G സുധാകരൻ. VSന് വയ്യാതെയായപ്പോൾ മുതൽ താനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നതെന്നും എന്നാൽ ഇത്തവണ മാറ്റമുണ്ടായി എന്നും സുധാകരൻ പറഞ്ഞു. ഔദ്യോഗിക പരിപാടിക്ക് ശേഷം വലിയ ചുടുകാട്ടിലെത്തിയ ശേഷമായിരുന്നു സുധാകരന്റെ പ്രതികരണം. വിളിച്ചില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്ന് എന്താ പറയുക, പ്രതിഷ്ഠ പുതുക്കേണ്ട ഒരു ആവശ്യമാണെന്ന് വന്നതുകൊണ്ട് ഒന്നും അറിയത്തില്ല. കഴിഞ്ഞ വർഷം വരെ ഞാനില്ലേ ഇത്, അതിനിടയ്ക്ക് സംഭവ വികാസം ഒന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. ഞാൻ പാർട്ടി മെമ്പറല്ലേ, ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ചിലല്ലേ, വേറൊരു ഘടകത്തിൻ്റെ കീഴിലല്ലല്ലോ. അപ്പം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അരുണുമായിട്ട് ഇവിടെ എൻ്റെ വീടിനടുത്താണല്ലോ VSൻ്റെ വീട്. ഞാൻ അവിടെ പോയി അദ്ദേഹമായിട്ടൊരു അടുത്ത കാലത്ത് സംസാരിച്ചപ്പോൾ ഔദ്യോഗികമായിട്ട് സ്മാരകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരായ പുലിപ്പല്ല് കേസിൽ BJP നേതാക്കളുടെ മൊഴിയെടുക്കാൻ വനംവകുപ്പ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മൊഴിയെടുക്കും. ഇവർക്ക് വൈകാതെ വനംവകുപ്പ് നോട്ടീസ് അയക്കും. സുരേഷ് ഗോപി പുലിപ്പല്ല് ധരിച്ചു കാണപ്പെടുന്ന വീഡിയോയിലുള്ള നേതാക്കളിൽ നിന്ന് മൊഴിയെടുക്കാനാണ് ശ്രമം. നേരത്തെ പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഹാഷിമിന്റെ മൊഴി പട്ടിക്കാട് റേഞ്ച് ഓഫീസർ രേഖപ്പെടുത്തിയിരുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. സംഘർഷം ഉണ്ടാവുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. തത്സമയം ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും പല ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. കനത്ത നാശനഷ്ടമാണ് മിക്കയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ മുംബൈ നഗരവും പ്രാന്തപ്രദേശങ്ങളും അടക്കം മുങ്ങി. പ്രളയ സമാനമായ സാഹചര്യമാണ് പലയിടത്തും. 84 മണിക്കൂറിനുള്ളിൽ 500 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. 2 മരണവും റിപ്പോർട്ട് ചെയ്തു. സർക്കാർ, അർദ്ധ സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയെ തുടർന്ന് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. പ്രധാന ഗതാഗത മാർഗമായ സബർബൻ റെയിൽപാതകളിലും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മുംബൈ അടക്കം 7 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. ഒരാഴ്ചയായി ആന്ധ്രാപ്രദേശിലെ തീരദേശ മേഖലകളിലും മഴ തുടരുന്നു. ഇത്തവണ 5% അധിക മഴയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. 8 ജില്ലകൾ ഉൾപ്പെടുന്ന രായലസീമ മേഖലയിൽ 25% അധിക മഴ ലഭിച്ചതായാണ് റിപ്പോർട്ട്. യമുനാ നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലായി. ജലനിരപ്പ് 206 മീറ്ററായി ഉയർന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ അധികൃതർ തുടങ്ങും. വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് 24 മണിക്കൂറും ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഡൽഹി മുഖ്യമന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. യമുനയുടെ തീരത്തുള്ള മോഹന, ലാത്തിപ്പൂർ, മഞ്ചൌലി എന്നിവയടക്കം 12ഓളം ഗ്രാമങ്ങളെ വെള്ളപ്പൊക്കം ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായി. കുളുവിലെ ലാഗ് താഴ്വരയിലാണ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായത്. നിരവധി കടകളും കൃഷിയിടങ്ങളും നശിച്ചതായാണ് റിപ്പോർട്ട്. മൺസൂൺ ശക്തി പ്രാപിച്ചതിന് പിന്നാലെ ഇവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അപകട മേഖലകളായി മാറിയിരിക്കുകയാണ്. മേഘവിസ്ഫോടനത്തിന് പിന്നാലെ റോഡുകൾ തകരുകയും പാലങ്ങൾ ഒലിച്ചു പോവുകയും വൈദ്യുതി ലൈനുകൾ തകരുകയും ചെയ്തു. ഹരിദ്വാറിൽ ഗംഗാനദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. നദിയുടെ സമീപ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സംസ്ഥാനത്ത് തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് താമരശ്ശേരിയിൽ മരിച്ച പെൺകുട്ടിയുടെ സഹോദരനും രോഗലക്ഷണങ്ങൾ. പ്രാഥമിക ഫലം നെഗറ്റീവാണ്. കൂടുതൽ പരിശോധനകൾ നടത്തുന്നതിനായി 7 വയസ്സുകാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മസ്തിഷ്ക ജ്വരം ബാധിച്ച അന്നശ്ശേരി സ്വദേശികളായ 3 വയസ്സുകാരിയും 49കാരനും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. പരസ്യപ്രതികരണത്തിന് വിലക്കുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. പരസ്യപ്രതികരണം പാടില്ലെന്ന് വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. ഡോക്ടർ ഹാരിസിന്റെയും ഡോക്ടർ മോഹൻദാസിന്റെയും പ്രതികരണങ്ങൾ കണക്കിലെടുത്താണ് നടപടി. കേസ് ഓട്ടോയെ വിമർശിച്ച് സമൂഹമാധ്യമത്തിൽ ഡോക്ടർ മോഹൻദാസ് കഴിഞ്ഞ ദിവസം കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിന്റെ ആദ്യ സെമി ഫൈനൽ ഇന്ന്. നിലവിലെ ചാമ്പ്യന്മാരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഷില്ലോങ് ലജോങ്ങുമിനെ ഏറ്റുമുട്ടും. രാത്രി 7 മണി മുതൽ ഷില്ലോങ്ങിലാണ് മത്സരം. ക്വാർട്ടർ ഫൈനലിൽ ബോഡോലാൻഡ് FC തകർത്താണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സെമിയിലേക്ക് മുന്നേറിയത്. ഇന്ത്യൻ നേവിയെ തോൽപ്പിച്ചായിരുന്നു ഷില്ലോങ് ലജോങ്ങിന്റെ മുന്നേറ്റം. നാളെ നടക്കുന്ന 2ാം സെമിയിൽ ഈസ്റ്റ് ബംഗാൾ FC ഡയമണ്ട് ഹാർബർ FCയെ നേരിടും. 23-ന് സോൾട്ട് ലേക്കിൽ ആണ് ഫൈനൽ. ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ടീം ഘടന സംബന്ധിച്ച് സെലക്ഷൻ കമ്മിറ്റി ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ട്. ശുഭ്മാൻ ഗില്ലിനെ തൽക്കാലം 2020 ടീമിലേക്ക് പരിഗണിച്ചേക്കില്ല. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായി തുടരാനാണ് സാധ്യത. ബാക്കപ്പ് ഓപ്പണറായി യശ്വസി ജയ്സ്വാളും ടീമിലെത്തിയേക്കും. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.